ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ പകച്ചു പോകുന്നവർക്ക് കഠിനാധ്വാനം കൊണ്ട് പൊരുതി മുന്നേറുന്ന നിക്സൺ നൽകുന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയും ഏറെ വലുതാണ്. സമയം രാവിലെ 4:30. തൃശൂർ നഗരം രാത്രിയുടെ കരിമ്പടം മാറ്റി ഉണരാനുള്ള ഒരുക്കത്തിലാണ്. നല്ലൊരു ചായ കുടിക്കാൻ പറ്റിയ സ്ഥലം നോക്കിയാണ് പോകുന്നത്. ചെന്നു നിന്നത് റൗണ്ട് സൗത്തിലെ സബ്വേക്ക് സമീപം ഒറ്റപ്പാലം ബസ്സുകൾ നിർത്തുന്ന സ്ഥലത്തായിരുന്നു. നിക്സൺ ചേട്ടനാണ് ഇവിടെ ചായ വിൽക്കുന്നത്. നല്ല ചൂട് ചായ പോലെ എപ്പോഴും ഉന്മേഷമുള്ള മുഖമാണ് നിക്സൺ ചേട്ടൻ്റേത്. അതിരാവിലെ 3 മണിക്ക് ഉണർന്ന് ഭാര്യ ജോയ്സി തയ്യാറാക്കി നൽകുന്ന ചായയുമായി 4:20 2 വീലറിൽ തൃശൂർ റൗണ്ടിലെത്തും. ആമ്പല്ലൂർ പാലിയക്കരയിൽ നിന്നാണ് നിക്സൺ ചേട്ടൻ വരുന്നത്. 2:45 3 മണിയാകുമ്പോൾ 3:45 4 മണിക്ക് പോകുന്നു. 4:20 ആകുമ്പോഴേക്കും തൃശ്ശൂരെത്തും. ഒരു 8:30 ആകുമ്പോഴേക്കും കച്ചവടം കഴിഞ്ഞു. ചായ, കാപ്പി, വിത്തൗട്ട് ചായ, പിന്നെ സ്നാക്സുകൾ ഉണ്ടായിരിക്കും. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മുകളിൽ ഷീറ്റ് മേയുന്ന ട്രസ് വർക്കായിരുന്നു ചെയ്തിരുന്നത്. ഭേദപ്പെട്ട വരുമാനവും ഉണ്ടായിരുന്നു. സ്വന്തമായി പുതിയ വീട് പണിതത് അക്കാലത്താണ്. അപ്രതീക്ഷിതമായാണ് ജോലിക്കിടെ നിലയിൽ നിന്ന് വീണ് പരിക്കേറ്റത്. 2 തവണ ശസ്ത്രക്രിയ ചെയ്തു. കാലിൽ സ്റ്റീൽ ഇട്ടിരിക്കുകയാണ്. 1.5 വർഷത്തോളം ജോലിക്ക് പോകാനായില്ല. വീട്ടിൽ ഉള്ളുരുകി ഭാര്യയും 2 പെൺമക്കളും. ഏതു വിധേയനെയും ജീവിതം മുന്നോട്ട് നയിക്കണം. തുടർന്ന് സാധിക്കുന്ന വിധത്തിൽ ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങി. ലോട്ടറി വിൽക്കാനും പോയി. ഒന്നിലും മെച്ചപ്പെടാനായില്ല. പിന്നീട് ഭാര്യ ജോയ്സിയുടെ നിർദ്ദേശപ്രകാരമാണ് ചായയുണ്ടാക്കി വിൽപ്പന നടത്താൻ തുടങ്ങിയത്. തുടക്കത്തിൽ അധികമൊന്നും ചിലവായില്ല. ഡ്രസ്സ് നല്ല മുകളിൽ നിന്ന് വീണ് കാലുമ കമ്പിയും ആക്കിയിട്ടിട്ട് ആയ കാരണം പിന്നെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്. വേറൊരു വഴി മുന്നോട്ട് പോകാൻ നോക്കിയപ്പോൾ ഒന്നിലും സക്സസ് ആവുന്നില്ല. പിന്നെ പാലേക്കര ടോളിൻ്റെ അവിടെ ചായ വെക്കാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു. അവിടെ കൊണ്ടൊന്ന് നോക്കി അവിടെ നിന്ന് വിജയിക്കണില്ല. അവിടേക്ക് ഇഷ്ടം പോലെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ ഒന്ന് മടങ്ങി പോവാ അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ കച്ചവടമായി. ഇപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ചായയും കാപ്പിയും ചെറുകടികളുമായി വന്നാൽ സ്കൂട്ടർ സ്റ്റാൻഡിൽ നിർത്താൻ പോലും ആരുടെയെങ്കിലും സഹായം വേണം. എന്നിട്ടും ഒരു മടിയും കൂടാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ ചായയുമായി എത്തുന്ന നിക്സൺ ചേട്ടൻ പരിചയമുള്ളവർക്കെല്ലാം ഒരു പ്രചോദനമാണ്, ആത്മവിശ്വാസമാണ്. 2 പെൺമക്കളും ഇന്ന് നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. ചായയും പലഹാരങ്ങളും ഉണ്ടാക്കി ഒപ്പം നിൽക്കുന്ന ഭാര്യയും പരിമിതികളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശീലിച്ച മക്കളും ചേരുമ്പോൾ കുടുംബം ഇന്ന് സംതൃപ്തിയുടെയും ആശ്വാസത്തിന്റെയും ഇടമാണെന്ന് നിക്സൺ ചേട്ടൻ പറയുന്നു.